നമസ്കാരം, ഞാൻ ശങ്കർദാസ് വയലാർ. സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളേവർക്കും സഹർഷം സ്വാഗതം. രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 2025 വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. കൊല്ലവർഷം 1200, മേടമാസം 31 തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം 2025 മെയ് മാസം 14 അസ്തമിച്ച് രാത്രി 10:07 PM ചെന്നപ്പോൾ വ്യാഴഗ്രഹം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സഞ്ചരിച്ചെത്തുന്നു. ഈ ഗ്രഹമാറ്റം മേഷാദി ദ്വാദശ രാശിക്കാർക്ക് എപ്രകാരമാണ് ഗുണദോഷ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തികക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറുകാർക്ക് വ്യാഴമാറ്റം 3-ാം രാശിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനഭ്രംശം, അമിതമായിട്ടുള്ള ധനനഷ്ടം, പതനം, ശസ്ത്രക്രിയാദി വിഷയങ്ങൾക്ക് സാധ്യത, ഭാര്യയുടെ അനാരോഗ്യം മൂലം ബുദ്ധിമുട്ടേണ്ടി വരുന്ന അവസ്ഥ, അമിതമായ ധനനഷ്ടം, ഇതെല്ലാം വന്നു ഭവിക്കാൻ സാധ്യത കാണുന്ന ഒരു വ്യാഴമാറ്റം ആണ്. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, ഇവ പരിഹാരമായി ചെയ്യാം. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമായ രാശിയിലേക്കാണ്. 2-ാം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്. അതുകൊണ്ട് ധനപരമായിട്ടുള്ള അഭിവൃദ്ധി, കീർത്തി, വിവാഹകാര്യങ്ങൾ നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത, സന്താനലബ്ധി ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു വർഷവും, സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ ലഭിക്കുന്നുള്ള സാധ്യതയെ, ഭൂമി, ഗൃഹം ഇതെല്ലാം വാങ്ങുന്നതിനോ പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനോ സാധ്യതയുള്ള ഒരു വർഷവുമാണ്. അതുപോലെ തന്നെ സജ്ജനങ്ങളിൽ നിന്നുള്ള സഹവാസവും, രാഷ്ട്രീയം, സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളും തൊഴിലവസരങ്ങളും സ്ഥാനമാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമായിട്ട് കണക്കാക്കാം. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴമാറ്റം ജന്മരാശിയിലേക്കാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയവും, സാമ്പത്തിക ക്ലേശങ്ങൾ അലട്ടുന്നുള്ള സാധ്യതയും, ദേശം വിട്ട് കഴിയുന്നുള്ള സാധ്യതയുമുള്ള ഒരു സമയമാണ്. കലഹാദികളിലൊക്കെ പെടാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വർഷമായിട്ട് കാണുന്നു. ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി അർച്ചന പക്കപ്പിറന്നാൾ തോറും നടത്തി ദോഷശാന്തി വരുത്തേണ്ടതാണ്. പുണർദം കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറുകാർക്ക് വ്യാഴമാറ്റം 12-ാം രാശിയിലേക്കാണ്. സ്ഥാനഭ്രംശം, പതനം, വൈകല്യാദികൾക്ക് സാധ്യത, ഇതെല്ലാം വന്നു ചേരുന്നൊരു സമയം. അപ്രതീക്ഷിതമായ ധനനഷ്ട സാധ്യതയും ചെലവുകൾ ധാരാളമായി വർദ്ധിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമായിട്ട് കണക്കാക്കുന്നതാണ്. എന്നാൽ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വ്യാഴമാറ്റമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ യോഗക്ഷേമ പുഷ്പാഞ്ജലി നടത്തുന്നതും, ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയ മന്ത്രാർച്ചന, ജലധാര, ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന ഇവ പരിഹാരമായിട്ട് ചെയ്യേണ്ടതാണ്. മകം, പൂരം, ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഏറ്റവും അനുകൂല രാശിയിലേക്കാണ്, 11-ാം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്.
അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് കണക്കാക്കാം. കീർത്തി, യശസ്സ്, ധാരാളം സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, രാഷ്ട്രീയം, സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പുരസ്കാരങ്ങൾ ഇതൊക്കെ ലഭിക്കുന്നുള്ള ഒരു സാധ്യതയുള്ള ഒരു സമയവും, ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനുള്ള സാധ്യതയും, വിവാഹാലോചനകളൊക്കെ വളരെ അനുകൂലമായി തീരുന്നുള്ള സാധ്യതയും, ദാമ്പത്യ ബന്ധത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം, തൊഴിലവസരങ്ങൾ കൂടുതലായി ഉണ്ടായി കിട്ടുന്നുള്ള സാധ്യതയും, അംഗീകാരങ്ങളോ സ്ഥാനമാനങ്ങളോ വന്നു ചേരുന്നതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടവും കൂടെയാണ്. ഉത്രമുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ. കന്നിക്കൂറുകാർക്ക് വ്യാഴമാറ്റം 10ാം രാശിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായ സ്തംഭനത്തിന് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള അലോസരങ്ങൾക്ക് സാധ്യതയും വന്നു ചേരുന്ന സമയവും, മേലധികാരികളിൽ നിന്നും വളരെ അപ്രീതികൾ വന്നു ചേരുന്നുള്ള സാധ്യതയുമുള്ള ഒരു കാലമായതുകൊണ്ട് തൊഴിൽ രംഗത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വർഷമായിട്ട് കണക്കാക്കാം. അപകീർത്തി സാധ്യതയുള്ള ഒരു സമയവും, ശസ്ത്രക്രിയാദി വിഷയങ്ങളോ അനാരോഗ്യം മൂലം ആശുപത്രിവാസത്തിനുള്ള സാധ്യതയൊക്കെ വന്നു ചേരുന്ന ഒരു സമയവും, ദൂരയാത്രകൾക്ക് തടസ്സം നേരിടുന്ന ഒരു കാലഘട്ടവും കൂടി ആയിട്ട് നമുക്ക് ഈ വ്യാഴമാറ്റത്തെ കണക്കാക്കാം. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയമന്ത്രാർച്ചന, ജലധാര, ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി, ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം, ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തുക. ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാക്കൂർ. തുലാക്കൂറുകാർക്ക് വ്യാഴമാറ്റം 9ാം രാശിയിലേക്കാണ്. കീർത്തി, സൗഭാഗ്യം ഇതെല്ലാം വന്നു ചേരുന്ന ഒരു സമയവും, നിലവിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും വിട്ടുമാറുന്നതാണ്. തൊഴിൽപരമായ നല്ല അഭിവൃദ്ധിയും കീർത്തിയും, വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നുള്ള സാധ്യതയും, സന്താനലബ്ധി ഉണ്ടാകുന്ന ഒരു സമയവും കൂടെയാണ്. ധാരാളം യശസ്സും കീർത്തിയും അംഗീകാരവും ഒക്കെ തേടി വരുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴമാറ്റം 8ാം രാശിയിലേക്കാണ്. എന്നാൽ നിലവിൽ മാർച്ച് 29 ശേഷം കണ്ടകശനി മാറുന്നത് കൊണ്ട് കുറേ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ വിട്ടുമാറുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യാഴ പ്രതികൂലാവസ്ഥയിലേക്കാണ് മാറുന്നതെങ്കിലും തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടത്തിനുള്ള സാധ്യതയും അപകീർത്തിയും ഒക്കെ ഉണ്ടാകുന്നുള്ള സാധ്യത പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. കണ്ടകശനി ദോഷം മാറി നിൽക്കുന്നതുകൊണ്ട് ദോഷങ്ങളെല്ലാം ലഘൂകരിച്ച് കിട്ടുന്നുള്ള സാധ്യത ഉണ്ട്. വ്യാഴമാറ്റത്തിൻ്റെ പ്രതികൂലാവസ്ഥകൾ കുറഞ്ഞു കിട്ടുന്നതാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും, ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രാർച്ചനയും, ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയമന്ത്രാർച്ചനയും ജലധാരയും നടത്തി ദോഷശാന്തി വരുത്തുക. മൂലം, പൂരാടം, ഉത്രാടം, കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനുക്കൂർ. ധനുക്കൂറുകാർക്ക് വ്യാഴമാറ്റം 7ാം രാശിയിലേക്കാണ്. അനുകൂലമായ ഫലമാണ്. കീർത്തിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കും. വിവാഹകാര്യങ്ങൾക്കായി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും, നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നു. കേസുകളിലൊക്കെ വിജയം ലഭിക്കുന്നുള്ള സാധ്യതയും, സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഗൃഹവാഹനാദി സൗഭാഗ്യവും വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വ്യാഴമാറ്റ ഫലമാണ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂർ. മകരക്കൂറുകാർക്ക് വ്യാഴമാറ്റം 6ാം രാശിയിലേക്കാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. ആശുപത്രിവാസ സാധ്യതയുണ്ട്. ശസ്ത്രക്രിയാദി വിഷയങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യവും അപകീർത്തി ശ്രവണത്തിനുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമാണ്. കലാ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിട്ട് കാണുന്നു. നിലവിൽ 7.5 ശനി ദോഷം മാർച്ച് മാസത്തിൽ തീരുന്നത് കൊണ്ട് ദോഷഫലങ്ങൾക്ക് കുറച്ച് അറുതി വരുന്നതാണ്. ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും മൃത്യുഞ്ജയമന്ത്ര പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, ഹനുമൽ സ്വാമിക്ക് ശനിയാഴ്ചകളിൽ വെറ്റിലമാല ചാർത്തുക, ഇവയൊക്കെ ദോഷനിവർത്തിക്കായി ചെയ്യാവുന്നതാണ്.
അവിട്ടമര, ചതയം, പുരുരുട്ടാതി നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറുകാർക്ക് 7.5 ശനികാലം തുടരുന്നു എങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായ രാശിയിലേക്കാണ്. 5ാം രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്. നിലവിൽ സന്താന കാര്യങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താന ലബ്ധിക്കുള്ള സൂചനകൾ ലഭിക്കുന്നതാണ്. ഗൃഹപരമായിട്ട് ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. നൂതന ഗൃഹ ഗുണമോ വാഹന ഗുണമോ ഒക്കെ ലഭിക്കുന്നുള്ള സാധ്യതയും തൊഴിലിൽ അഭിവൃദ്ധിയും മേലധികാരികളിൽ നിന്നും പ്രശംസയ്ക്ക് പാത്രീഭവിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു വർഷമായിട്ട് കണക്കാക്കാം. ധാരാളം ധനാഗമനം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് കാണാവുന്നതാണ്. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം 4ാം രാശിയിലേക്കാണ്. 3ാം രാശിയിലുള്ള വ്യാഴസഞ്ചാരത്തെ അപേക്ഷിച്ച് കുറച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും 4ാം രാശിയിലും വ്യാഴം പ്രതികൂലാവസ്ഥയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഗൃഹപരമായ കാര്യങ്ങൾക്ക് തടസ്സവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിന് പ്രതിബന്ധാവസ്ഥകളും വന്നു ചേരുന്ന ഒരു സമയമാണ്. വാഹനയാത്രകളൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. ആരോഗ്യപരമായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ തൊഴിൽപരമായ രംഗത്ത് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ചേരുന്നുള്ളൊരു സാധ്യതയും വളരെയധികം ജോലിഭാരം വർദ്ധിക്കുന്നുള്ള സാധ്യതയും ഉള്ള ഒരു കാലഘട്ടമാണ്. വ്യാഴമാറ്റത്തിന് പ്രതികൂലാവസ്ഥയുള്ളതുകൊണ്ട് ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും ആയുർ സൂക്താർച്ചനയും, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ യോഗക്ഷേമ പുഷ്പാഞ്ജലിയും, ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ത്രിപുരസുന്ദരി മന്ത്രാർച്ചനയും ഒക്കെ നടത്തി ദോഷനിവർത്തി വരുത്തേണ്ടതാണ്. വ്യാഴമാറ്റത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത്. വ്യാഴം ജാതകത്തിൽ നല്ല രാശിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ചാരവശാൽ പ്രതികൂലാവസ്ഥയിൽ വ്യാഴം സഞ്ചരിച്ചാലും ദോഷഫലത്തെ കുറയ്ക്കുന്നതാണ്. ജാതകത്തിൽ ലഗ്നാൽ 2-ലോ 5-ലോ 9-ലോ 11-ലോ വ്യാഴം നിൽക്കുക, വ്യാഴം കർക്കടകം രാശിയിൽ നിൽക്കുക, വ്യാഴം മകരം രാശിയിൽ നീചഭംഗരാജ്യവും ചെയ്തു നിൽക്കുക, ധനു മീന ലഗ്നങ്ങളിൽ ജനിച്ചവർ ഇവർക്കൊക്കെ വ്യാഴം ജാതകവശാൽ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ചാരവശാൽ വ്യാഴം പ്രതികൂലത്തിൽ സഞ്ചരിച്ചാലും ദോഷഫലങ്ങൾക്ക് തീവ്രത കുറവായിരിക്കും. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.